Welcome students. Let me discuss a new chapter, Standard Costing. So, നമുക്കറിയാം കോസ്റ്റ് കൺട്രോളിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് മെത്തേഡ്സാണ് ബജറ്റിങ്ങും അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when the standard costs are used for the purpose of cost control, the technique is known as standard costing. സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ ഒരു കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? ഇറ്റ് ഈസ് ദ ടെക്നിക് ഫോർ കോസ്റ്റ് അസർടൈൻമെൻറ്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോളിന് യൂസ് ചെയ്യുന്ന, കോസ്റ്റ് അസർടൈൻമെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ ടെക്നിക് വിച്ച് യൂസസ് standard for cost and revenue for the purpose of control through variance analysis. അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ്, ഒരു ക്രൈറ്റീരിയൻ, ഒരു നോം ഫിക്സ് ചെയ്യുന്നു. ആ ക്രൈറ്റീരിയൻ എന്തിന്? കോസ്റ്റിനും റവന്യൂവിനും എല്ലാത്തിനും ഒരു ക്രൈറ്റീരിയൻ ഫിക്സ് ചെയ്തിട്ട് അത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? കോസ്റ്റ് കൺട്രോളിന് യൂസ് ചെയ്യുന്നു. സോ വാരിയൻസ് അനാലിസിസ് എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ, അതാണ് ഏറ്റവും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വാരിയൻസ് അനാലിസിസ്. സോ വാരിയൻസ് അനാലിസിസിൻ്റെ സഹായത്തോടു കൂടെ നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ബജറ്റിങ്ങുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബജറ്ററി കൺട്രോളും തമ്മിലുള്ള വ്യത്യാസം. ആക്ച്വലി ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. എല്ലാ ടൈപ്പ് ബിസിനസ് ആക്ടിവിറ്റീസിലും നമുക്ക് ബജറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റിംഗ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പറ്റുള്ളൂ. അതുപോലെ ബജറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടെക്നിക്കൽ എസ്റ്റിമേറ്റ്സ്. നമ്മളവിടെ എസ്റ്റിമേറ്റ്സ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറ്റേ ബജറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ ബജറ്ററി കൺട്രോൾ ഈസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ട്. അതേസമയം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കോസ്റ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. Then budget to consider both income and expenditure, whereas standard is for expenditure only. ബജറ്റിൽ ഇൻകം ഉണ്ടായിരിക്കും, എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും. പക്ഷേ സ്റ്റാൻഡേർഡിൽ എക്സ്പെൻഡിച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ വാരിയൻസ് ഈസ് അനലൈസ്ഡ് ഇൻ ഡീറ്റെയിൽ, ബട്ട് സച്ച് എൻ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് വാരിയൻസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ബജറ്ററി കൺട്രോൾ. ബജറ്ററി കൺട്രോളിൽ വേരിയൻസ് അനാലിസിസ് ഒന്നുമില്ല. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലാണ് വേരിയൻസ് അനാലിസിസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് വാരിയൻസ് അനാലിസിസ്. ദെൻ ബജറ്റ് ഫിക്സ് മാക്സിമം ലിമിറ്റ് while standard fix budget fix maximum limit while standard fix target ഓക്കെ. ബജറ്റിൽ എന്താണ്, ജസ്റ്റ് മാക്സിമം ലിമിറ്റ് എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യും, അതായത് എത്ര വരെ നമുക്ക് പോവാം ബജറ്റ്. പക്ഷേ സ്റ്റാൻഡേർഡിൽ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ സ്റ്റാൻഡേർഡ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ സ്റ്റാൻഡേർഡ്, ഇത് നെക്സ്റ്റ് പോയിൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് എക്സ്പ്രസ്ഡ് ഇൻ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ബജറ്റ് ഈസ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. മറ്റേ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ബജറ്ററി കൺട്രോളും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും നല്ല വ്യത്യാസമുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്രൈറ്റീരിയൻ വെച്ചുകൊണ്ട് അതിലേക്ക് നമ്മുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ബജറ്ററി കൺട്രോൾ അങ്ങനെയല്ല. നമുക്കൊരു പർട്ടിക്കുലർ ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആക്ച്വലും ബജറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിലൂടെ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതാണ്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് വേരിയൻസ് അനാലിസിസ്. സോ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളത് നോക്കാം. ആദ്യം ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതായത് നമ്മളുടെ ടാർഗറ്റ് എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യുന്നു. ദെൻ റെക്കോർഡിംഗ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്. ദെൻ കമ്പാരിസൺ ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ. ദെൻ കാൽക്കുലേഷൻ ഓഫ് വേരിയൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റും ഇവിടെ കോസ്റ്റാണ് മെയിൻ ഫോക്കസ് കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെയും ആക്ച്വൽ കോസ്റ്റിൻ്റെയും കമ്പയർ ചെയ്തപ്പോൾ കിട്ടിയ ഡിഫറൻസ്, ആ വേരിയൻസ് എത്രയെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നു. അതിൻ്റെ ശേഷം നമ്മൾ ആ വേരിയൻസിനുള്ള റീസൺ എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നു.
സോ ഇതും ബഡ്ജറ്റിങ്ങും തമ്മിലുള്ള സിമിലാരിറ്റി ഉണ്ട്. സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ കമ്പാരിസൺ നടക്കുന്നുണ്ട്. പക്ഷേ മറ്റ് രണ്ടിലും ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എന്തിനാണ്? വേരിയൻസിനാണ്, വേരിയൻസ് അനാലിസിസിനാണ്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വേരിയൻസ് അനാലിസിസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് വേരിയൻസ് അനാലിസിസ്? വേരിയൻസ് അനാലിസിസ് എന്ന് പറയും, വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ് മീനിങ്? ഡിഫറൻസ് അല്ലെങ്കിൽ ഡീവിയേഷനാണ് വേരിയൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ വേരിയൻസ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. ഇറ്റ് മേ ബി ഫേവറബിൾ ഓർ അൺഫേവറബിൾ. ഇഫ് ആക്ച്വൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ്, സപ്പോസ് നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡിനേക്കാളും കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ഈസ് നോൺ ആസ് ഫേവറബിൾ, കാരണം പോസിറ്റീവാണ്. അതേസമയം ഇഫ് ആക്ച്വൽ കോസ്റ്റ് ഈസ് മോർ ദാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇഫ് ആക്ച്വൽ കോസ്റ്റ് ഈസ് മോർ ദാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ദാൻ ഡിഫറൻസ് ഈസ് അൺഫേവറബിൾ. ആദ്യം സൈൻ ഓഫ് എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്, മറ്റത് സൈൻ ഓഫ് ഇന്നെഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. സോ അതാണ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. വേരിയൻസ് മെഷർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ മാനേജീരിയൽ യൂസസ് ഓഫ് വേരിയൻസ് അനാലിസിസ്? വേരിയൻസ് അനാലിസിസിൻ്റെ മാനേജീരിയൽ യൂസസ് എന്താണ്? ഒന്നാമതായിട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഏരിയാസ് വേർ വേരിയൻസ് അറൈസസ്. എവിടേക്കാണ് എന്താണ് വേരിയൻസിൻ്റെ ഏരിയ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. അതായത് അത് മാനേജ്മെൻറ്റിന് എന്താണ്, മാനേജ്മെൻറ്റിൽ എവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കോസസ് ഓഫ് വേരിയൻസ്. ഈ വേരിയൻസിനുള്ള കാരണം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഇഫക്റ്റീവ് ടൂൾ ഫോർ കോസ്റ്റ് കൺട്രോൾ. It helps to compare the performance of different departments. It helps in future planning and formulating policy. It helps in creating and maintaining cost consciousness among the personnel. അതായത് എവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് എ ടീം സ്പിരിറ്റ് അമംഗ് ദ മാനേജറിയൽ പേഴ്സണൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരു വേരിയൻസ് അനാലിസിസ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റിനെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കം ടു ദ ടൈപ്സ് ഓഫ് വേരിയൻസസ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് വേരിയൻസ്? സോ വേരിയൻസിനെ നമ്മൾ ബേസിക്കലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ 3 മെയിൻ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്: മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്. അതേ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ടൈപ്സ് ഓഫ് വേരിയൻസും പറയുന്നത്: മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസ് ആൻഡ് ഓവർഹെഡ് വേരിയൻസ്. സോ എന്താണ് മെറ്റീരിയൽ വേരിയൻസ് എന്ന് പറയുന്നത്? മെറ്റീരിയൽ വേരിയൻസ് എന്ന് പറയുന്നത് പോപ്പുലർലി നോൺ ആസ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസസ്. മെറ്റീരിയൽ വേരിയൻസസ് ആർ ഓഫ് 3 ടൈപ്സ്: മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. സോ അതിൻ്റെ മീനിങ്ങിലൂടെ നമുക്ക് മെറ്റീരിയൽ വേരിയൻസ് എന്താണെന്നുള്ളത് പറയാം. ആദ്യം മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. Material cost variance is the difference between standard cost of a material specified for the output achieved and the actual cost of the material used. സോ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്യും അല്ലേ, റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യും. സോ ആ റോ മെറ്റീരിയൽസിന് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റും, അതായത് നമ്മൾ ആദ്യമേ പ്രീഡിഫൈൻ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ മെറ്റീരിയൽ കോസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് രണ്ട് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും. കാരണം ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടുക. സോ എന്താണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത്? It is that part of material cost variance which is due to the difference between standard price and actual price paid. ആ മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസും മെറ്റീരിയലിൻ്റെ ആക്ച്വൽ പ്രൈസും നമ്മൾ എത്രയാണ് കൊടുത്തിട്ടുള്ളത് അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രൈസാണ്, മെറ്റീരിയലിന് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രൈസ്, അതിലുള്ള ഡിഫറൻസാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. അതേസമയം മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ്. എത്രയാണ് മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്തത്? ഇവിടെ നമ്മൾ യൂസേജ് ആണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, യൂസേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ് അതിൻ്റെ യൂട്ടിലിറ്റി അത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ ക്വാണ്ടിറ്റിയാണ്, ക്വാണ്ടിറ്റി യൂസ്ഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് എന്താവുന്നത്?
മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആവുക. സോ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയലിൻ്റെ കോസ്റ്റിലുണ്ടാകുന്ന ഡിഫറൻസ് അതിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്യുന്നത് 2 വഴികളിലൂടെയാണ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിലൂടെയും മെറ്റീരിയൽ യൂസേജ് വേരിയൻസിലൂടെയും. അടുത്തത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. എന്താണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസസ് എന്ന് പറയുന്നത്? ഇറ്റ് അറൈസസ് ഓൺലി വെൻ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ എല്ലാം കൂടെ പറയുന്ന അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസ് എല്ലാം കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് പിന്നെ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മിക്സ്ചർ. അതിൽ വരുന്ന ആക്ച്വലും സ്റ്റാൻഡേർഡും മിക്സ്ചറിൽ വരുന്ന ഡിഫറൻസ്, അതിൻ്റെ കോസ്റ്റിൻ്റെ ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. എന്താണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയുന്നത്? This variance is calculated on the basis of output. That is, yield variance is that part of material usage variance which is due to the difference between standard yield and actual yield. എത്രയാണ് ആക്ച്വൽ yield വരുന്നത്, എത്രയാണ് സ്റ്റാൻഡേർഡ് yield വരുന്നത്, സ്റ്റാൻഡേർഡ് yield ഫിക്സ് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? മെറ്റീരിയൽ yield വേരിയൻസ് എന്ന് പറയുന്നത്. സോ മെറ്റീരിയൽ yield വേരിയൻസും എന്തിൻ്റെ പാർട്ടാണ്? മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ പാർട്ടാണ്. മെറ്റീരിയൽ മിക്സ് വേരിയൻസും yield വേരിയൻസും ഒക്കെ എന്തിൻ്റെ പാർട്ടാണ്? യൂസേജ് വേരിയൻസിൻ്റെ പാർട്ടാണ്. സോ മെയിൻലി മെറ്റീരിയൽ വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ വരുന്നതാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും അതുപോലെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസും. ഇനി മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും അതുപോലെ മെറ്റീരിയൽ മിക്സ് വേരിയൻസും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലേബർ വേരിയൻസ് നോക്കാം. ലേബർ വേരിയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ വേജ് വേരിയൻസ് ആണ്. അതായത് വെൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ ഡിഫേഴ്സ് ഫ്രം ദ ആക്ച്വൽ കോസ്റ്റ്. ഇവിടെ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബറിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതിൻ്റെ ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ലേബർ വേരിയൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ. സോ അതിൻ്റെ 5 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ലേബർ റേറ്റ് വേരിയൻസ്, ലേബർ എഫിഷ്യൻസി വേരിയൻസ്, ലേബർ ഐഡിൽ ടൈം വേരിയൻസ്, ലേബർ മിക്സ് വേരിയൻസ് ആൻഡ് ലേബർ ഈൽഡ് വേരിയൻസ്. സോ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ലേബർ റേറ്റ് വേരിയൻസ്. ലേബർ റേറ്റ് വേരിയൻസ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് സിമിലർ ടു മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ലേബറിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ റേറ്റ് വേരിയൻസ്. ഇനി ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ലേബർ കോസ്റ്റ് വേരിയൻസ് വിച്ച് അറൈസസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഹവേഴ്സ് സ്പെസിഫൈഡ് ഫോർ ദി ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ദ ആക്ച്വൽ ഹവേഴ്സ് സ്പെൻഡ്. എത്രയാണ് ഒരു ആക്ച്വൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് വേണ്ടത്, അതുപോലെ ആക്ച്വൽ ഹവേഴ്സ് എത്രയാണ് എടുത്തിട്ടുള്ളത്, അതാണ് ലേബർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഹവേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് കണക്കാക്കുന്നത് ലേബർ എഫിഷ്യൻസി. ഇനി ഐഡിൽ ടൈം വേരിയൻസ്. ഐഡിൽ ടൈം വേരിയൻസ് എന്ന് പറയുമ്പോൾ ലേബർ കോസ്റ്റ് വേരിയൻസിൻ്റെ പാർട്ടാണ് വിച്ച് അറൈസസ് ഡ്യൂ ടു അബ്നോർമൽ ഐഡിൽ ടൈം ഓഫ് വർക്കേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സിക്നെസ്, പവർ ഫെയിലിയർ ഇൻ മെഷീൻ ബ്രേക്ക് ഡൗൺ എക്സെട്ര. സോ അബ്നോർമൽ ഐഡിൽ ടൈം എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ്. അത് എത്രയാണ് ആക്ച്വൽ വരിക, എത്രയാണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്, അതിൻ്റെ ഡിഫറൻസാണ് ഐഡിൽ ടൈം വേരിയൻസ്. ഇനി ലേബർ മിക്സ് വേരിയൻസ്. മിക്സ് വേരിയൻസ് എന്ന് പറയുമ്പോൾ ലേബർ എഫിഷ്യൻസി വേരിയൻസിൻ്റെ പാർട്ടാണ്. സോ നമ്മൾ ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലേബർ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എത്രത്തോളം നമുക്ക് പിന്നെ എഫിഷ്യൻ്റ് ആണ്, അതായത് എത്ര ടൈമാണ് നമ്മൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, എത്ര ടൈം സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്, അത് തമ്മിലുള്ള ഡിഫറൻസാണ് ലേബർ എഫിഷ്യൻസി. സോ അതിൻ്റെ ഭാഗമാണ് ലേബർ മിക്സ് വേരിയൻസ്. സോ ഇറ്റ് അറൈസസ് വെൻ ദർ ഇസ് ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ലേബർ ഫോഴ്സ്. സോ ലേബർ ഫോഴ്സിൽ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് ആണ് ലേബർ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ലേബർ ഈൽഡ് വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് പറഞ്ഞ പോലെ തന്നെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ലേബർ ഔട്ട്പുട്ട് ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ട്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും ഈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടാണ്. സോ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ ഈൽഡ് വേരിയൻസ്. സോ ഈ ഓരോ ടേംസ് എന്താണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ദ ലാസ്റ്റ് വൺ ഓവർഹെഡ് വേരിയൻസ്. ഓവർഹെഡ് വേരിയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഓവർഹെഡ് കോസ്റ്റ് ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ് ഇൻകേർഡ്. 2 തരത്തിലുള്ള ഓവർഹെഡ് വേരിയൻസ് ആണുള്ളത്. വേരിയൻസ് ഓവർഹെഡ്
കോസ്റ്റ് വേരിയൻസും വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസും ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസും. സോ എന്താണ് വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് ആൻഡ് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് ഫോർ ദ ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വരുന്ന വേരിയബിൾ ഓവർഹെഡ്, അതായത് വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുമ്പോൾ വേരിയബിൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും അതിൻ്റെ ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ്. സോ ഈ ടേം മനസ്സിലാക്കി വയ്ക്കുക. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് ആൻഡ് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. ഇങ്ങനെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ എന്താണ് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്? എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ അലൗഡ് വേരിയബിൾ ഓവർഹെഡ് ആൻഡ് ഒബ്സേർവ്ഡ് വേരിയബിൾ ഓവർഹെഡ്. എത്രയാണ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അലോ ചെയ്തിട്ടുള്ളത്, അതായത് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് എത്രയാണ്, അതും ഒബ്സേർവ്ഡ് എത്രയാണ് ആക്ച്വൽ നമ്മൾ ഒബ്സേർവ് ചെയ്തത്, ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ആണ് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്. ഇനി എക്സ്പെൻഡിച്ചർ വേരിയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് ഇൻകേർഡ്, എത്രയാണ് ഇൻകർ ചെയ്തിട്ടുള്ളത്, കോസ്റ്റ് എത്രയാണ് വന്നിട്ടുള്ളത്, എത്രയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. സോ ഇത് രണ്ടും കൂടിയതാണ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ്. ഇനി ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് ഇതേപോലെ തന്നെ വേരിയബിളിന് പകരം ഫിക്സഡ് ഓവർഹെഡിൻ്റെ ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് രണ്ട് തരത്തിലാണുള്ളത്. ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും വോളിയം വേരിയൻസും. എക്സ്പെൻഡിച്ചർ വേരിയൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഓവർഹെഡ് ബജറ്റഡ് ഫിക്സഡ് ഓവർഹെഡും ആക്ച്വൽ ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the difference between fixed overhead absorbed and budgeted fixed overhead. അതായത് ഫിക്സഡ് ഓവർഹെഡ് വോളിയം എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടാണ്. സോ ഔട്ട്പുട്ട് എത്രയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, അതും ബജറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ്. അതിന് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: കപ്പാസിറ്റി വേരിയൻസ്, എഫിഷ്യൻസി വേരിയൻസ് ആൻഡ് കലണ്ടർ വേരിയൻസ്. കുറച്ചധികം ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ്. ഈ ടേംസ് നിങ്ങൾ നോക്കി വയ്ക്കുക. കപ്പാസിറ്റി വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് ഡ്യൂ ടു വർക്കിംഗ് അറ്റ് എ ഹയർ ഓർ ലോവർ കപ്പാസിറ്റി ദാൻ സ്റ്റാൻഡേർഡ്. നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡിനേക്കാളും ഹയർ കപ്പാസിറ്റി ആണോ ലോവർ കപ്പാസിറ്റി ആണോ എന്നുള്ള ചെക്ക് ചെയ്യുന്നതാണ് കപ്പാസിറ്റി വേരിയൻസ്. ദെൻ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ബജറ്റഡ് എഫിഷ്യൻസി ആൻഡ് ആക്ച്വൽ എഫിഷ്യൻസി. ആക്ച്വൽ എഫിഷ്യൻസിയും ബജറ്റും തമ്മിലുള്ള ഡിഫറൻസ്, എഫിഷ്യൻസിയിലുള്ള വ്യത്യാസമാണ് അത് ഫിക്സഡ് പോർഷൻ്റെ എഫിഷ്യൻസിയിലുള്ള വ്യത്യാസമാണ് എഫിഷ്യൻസി വേരിയൻസ്. ഇനി കലണ്ടർ വേരിയൻസ് എന്ന് പറയുന്നത് അത് വോളിയം വേരിയൻസിൻ്റെ പാർട്ടാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ആൻഡ് ആക്ച്വൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. എത്രയാണ് ഡേയ്സ് വരുന്നത്, ആക്ച്വൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എത്രയാണ്, സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് കലണ്ടർ വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസിനെ ഇങ്ങനെ മൂന്ന് തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ്. സോ ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷനാണ് വേരിയബിൾ ഓവർഹെഡ് വേരിയൻസും ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസും. സോ മെയിനായിട്ട് വരുന്ന മൂന്ന് തരത്തിലുള്ള വേരിയൻസുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്: മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസ് ആൻഡ് ഓവർഹെഡ് വേരിയൻസസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോർഷനാണ് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ബൈ ദി യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലൂടെ നമുക്ക് കോസ്റ്റ് കൺട്രോൾ പോസിബിൾ ആവുക? കോസ്റ്റ് കൺട്രോൾ ബിഗിൻസ് വിത്ത് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്. നമ്മളൊരു കാര്യം കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. സോ സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ് ഫോർ ഈച്ച് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. നമ്മൾ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് അങ്ങനെ ഓരോ എലമെൻറ്റിനും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളതിൻ്റെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഈ വേരിയൻസ് വരാനുള്ള കാരണം എന്താണ്? അത് മെറ്റീരിയലിൻ്റെ കേസിലായാലും ലേബറിൻ്റെ കേസിലായാലും ഓവർഹെഡിൻ്റെ കേസിലായാലും നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഈ ഓരോന്നിലും ആ ഡിഫറൻസ് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അപ്പോൾ
അതിൻ്റെ യൂട്ടിലിറ്റി, അതായത് വേരിയൻസ് അനാലിസിസ് എന്നുള്ള പ്രോസസ്സിലൂടെ, വേരിയൻസ് അനാലിസിസ് നമ്മളിപ്പോൾ പറഞ്ഞു ഡിഫറെൻറ്റ് വേരിയൻസ് അനാലിസിസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓരോന്നിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോന്നിൻ്റെ യൂസോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ യൂട്ടിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉപയോഗിച്ചിട്ട് കോസ്റ്റ് കൺട്രോൾ നടത്തുക എന്ന് പറഞ്ഞാൽ വേരിയൻസ് അനാലിസിസ് ആണ് അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മെയിൻ എലമെൻറ്റ് വരുന്നത് എന്താണ്, വേരിയൻസ് അനാലിസിസ് ആണ്. സോ വേരിയൻസ് അനാലിസിസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കോസ്റ്റ് കൺട്രോൾ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, വേരിയൻസ് അനാലിസിസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദിസ് ചാപ്റ്റർ.